ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. അറിവിന്റെ പേടകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത നോക്കൂ, ചില ജീവികളും അവയുടെ ശ്വസനാവയവുമാണ് ചുവടെ കൊടുത്തിരിക്കുന്നത്. അവയിൽ നിന്നും ശരിയായ ജോഡി മാത്രം തിരഞ്ഞെടുക്കുക. അല്ലെ, ഇതും സാധാരണഗതിയില് എക്സാമിന് ചോദിച്ച് കണ്ടിട്ടുള്ള എക്സാം പാറ്റേൺ തന്നെയാണ്. അല്ലെ, ജീവികളും അവരുടെ ശ്വസനാവയവങ്ങളും സ്ഥിരം ചോദ്യഭാഗമാണ്. ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റ്, ഏതൊക്കെയാണ് ശരിയായിട്ട് വരുന്നത്? മണ്ണിര ത്വക്കാണോ? മണ്ണിര ത്വക്കല്ലേ? ശരിയാണ്. പാറ്റ ട്രക്കിയ, അതും ശരിയാണ്. എട്ടുകാലി ഏതാണ്? ബുക്ക് ലങ്സ്, അതും ശരിയാണ്. തവള ഏതാണ്? കോശസ്തരം. ശരിയാണോ? തവള കോശസ്തരമാണോ? കോശസ്തരം ഏതൊക്കെയാണ്? അമീബ, പാരമീസിയം തുടങ്ങിയ സൂക്ഷ്മ ജീവികൾ അല്ലെങ്കിൽ ഏകകോശ ജീവികളാണ് കോശസ്തരം വഴി ശ്വസനം നടത്തുന്നത്. അല്ലെ, തവള എങ്ങനെയാണ്? തവള 3 രീതിയിൽ നടത്തുന്നുണ്ട്. ത്വക്കിലൂടെ, ശ്വാസകോശത്തിലൂടെ, വായിലുള്ള ശ്ലേഷ്മസ്തരങ്ങളിലൂടെ. ഇങ്ങനെ 3 രീതിയിൽ തവള എന്ത് നടത്തുന്നുണ്ട്? ശ്വസനം നടത്തുന്നുണ്ട്. അപ്പൊ ഇതിൽ ശരിയായ ജോഡി ഏതൊക്കെയാണ്? 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ടുള്ള ജോഡി. 4 മാത്രം എന്താണ്? തെറ്റാണ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ശ്വാസകോശങ്ങൾ ഏതെല്ലാം എന്ന് കണ്ടെത്തുക. ശ്വാസകോശ രോഗങ്ങൾ എന്നാണ് കേട്ടോ, ശ്വാസകോശങ്ങൾ എന്നല്ല, ശ്വാസകോശ രോഗങ്ങളാണ്. ചെറിയൊരു ടൈപ്പിംഗ് മിസ്റ്റേക്ക് ആണ്, ക്ഷമിക്കണേ. ശ്വാസകോശ രോഗങ്ങൾ എന്നുണ്ട് കേട്ടോ, രോഗങ്ങൾ. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് ശ്വാസകോശ രോഗങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അല്ലെ, സ്ഥിരം ഈ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് എപ്പോഴും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇതിൽ ഏതൊക്കെയാണ് ശ്വാസകോശ രോഗങ്ങൾ? വേഗം ആൻസർ പറഞ്ഞേ. ഏതൊക്കെയാണ് ശ്വാസകോശ രോഗങ്ങൾ? ഏതൊക്കെയാണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഏതാണ് ശരി ഉത്തരം? ഓപ്ഷൻ സി ആണ്. അല്ലെ, ഓപ്ഷൻ സി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. 1ഉം 2ഉം 3ഉം അല്ലെ. അസ്ഫിക്സിയ, എംഫിസീമ, ബ്രോങ്കൈറ്റിസ്, ന്യൂമോണിയ, സിലിക്കോസിസ്, മേഴ്സ്. അല്ലെ, സാസും ഡിഫ്തീരിയയും എന്തല്ല? ഡിഫ്തീരിയ എന്താണ്? തൊണ്ടയെ ബാധിക്കുന്ന രോഗമാണ്. അല്ലെ, അപ്പൊ ഡിഫ്തീരിയ എന്താ? ഇതെന്തല്ല, ഇതൊരു ശ്വാസകോശത്തിനുള്ള രോഗമല്ല. 4 മാത്രമാണ് തെറ്റ്. 1ഉം 2ഉം 3ഉം ശ്വാസകോശ രോഗങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. അടുത്തത്, ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ചുള്ള പഠനം എന്തു പേരിൽ അറിയപ്പെടുന്നു? അല്ലെ, കാർഡിയോളജി ആണോ? ഹിസ്റ്റോളജി ആണോ? ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? അതും ഓപ്ഷൻ സി തന്നെയാണ് ശരി ഉത്തരം. പൾമനോളജി. അല്ലെ, പൾമനോളജി ആണ് ശ്വാസകോശത്തെയും ശ്വാസനാളത്തെയും ബാധിക്കുന്ന രോഗങ്ങളെ കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഏത്? പൾമനോളജി എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളിൽ ബാധിക്കുന്നത്. അല്ലെ, ശ്വസന വ്യവസ്ഥയുടെ ബാധിക്കുന്നത് ഏതാണ്? ആ ഭാഗങ്ങളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ഏതാണ് ശരിയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അല്ലെ, എത്ര ഓപ്ഷൻസ് ഉണ്ട്? 4 ഓപ്ഷൻസ് ഉണ്ട്. 4 ഓപ്ഷൻസിലും 4 ശ്വസന വ്യവസ്ഥയുടെ ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരിയായ ജോഡി എന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഏതാണ്? ശ്വസനവാതകത്തെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടക്കുന്ന ഭാഗമാണ് നാസാഗഹ്വരം. ശരിയാണോ? തെറ്റാണ്. അല്ലേ, ഏതാണ്? ശ്വസനവാതകത്തെ ശരീരത്തിനകത്തേക്കും പുറത്തേക്കും കടത്തുന്ന ഭാഗം ഏതാണ്? നാസാഗഹ്വരമല്ല, നാസാദ്വാരമാണ്. ഏതാണ്? നാസാദ്വാരമാണ് ശരിയുത്തരം. ശ്വാസനാളവും അന്നനാളവും ആരംഭിക്കുന്ന ഭാഗമാണ് ഗ്രസനി. ശരിയാണ്. അടുത്തത്, ഇരു ശ്വാസകോശങ്ങളിലേക്കും പോകുന്ന ശ്വാസനാളത്തിന്റെ ശാഖകളാണ് ശ്വസനികൾ. അതും ശരിയാണ്. വായുവിന്റെ ശരീരത്തിലൂടെയുള്ള സഞ്ചാരപാതയാണ് ശ്വസനപഥം. അതും ശരിയാണ്. അല്ലെ, അപ്പൊ ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം. 2ഉം 3ഉം 4ഉമാണ് ശരി ഉത്തരം. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട ശരിയായ വസ്തുതകൾ കണ്ടുപിടിക്കുക. അല്ലെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സോഫ്റ്റ്വെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് സോഫ്റ്റ്വെയർ എന്ന് പറഞ്ഞാല്? നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറും അനുബന്ധ ഉപകരണങ്ങളും പ്രവർത്തിപ്പിക്കുവാൻ സഹായിക്കുന്നവയാണ് നമ്മൾ എന്ത് പറയണത്? സോഫ്റ്റ്വെയർ എന്ന് പറയാ. അല്ലെ,
ഇതിൽ ഏതാണ് സോഫ്റ്റ്വെയറുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന? ഏതൊക്കെയാണ് ഇതില്? 3 പ്രസ്താവനകൾ കൊടുത്തിട്ടുണ്ട്. ഇതിലേതാണ് ശരിയായത്? ഏതാണ്? സ്പർശിച്ചറിയാൻ കഴിയുന്ന കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളാണ് സോഫ്റ്റ്വെയർ. ശരിയാണോ? സ്പർശിക്കാൻ പറ്റുമോ നമുക്ക് സോഫ്റ്റ്വെയറിനെ? ഇല്ല. സ്പർശിക്കാൻ കഴിയുന്ന അല്ല, കഴിയാത്തതാണല്ലേ. കഴിയാത്ത കമ്പ്യൂട്ടറിലെ ഭാഗങ്ങളാണ് സോഫ്റ്റ്വെയർ. സോഫ്റ്റ്വെയർ നിയന്ത്രിക്കുന്നവർ പ്രോഗ്രാംസ് എന്നറിയപ്പെടുന്നു. പ്രോഗ്രാമർ എന്നറിയപ്പെടുന്നു അല്ലെ. സോഫ്റ്റ്വെയറിനെ നിയന്ത്രിക്കുന്ന ആളാണ് ആര്? പ്രോഗ്രാമർ. അത് ശരിയാണ്. അടുത്തത് നോക്കൂ. 4 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ആണ് ഉള്ളത്. ശരിയാണോ? 4 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ? 4 തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഉണ്ടോ? ഇല്ല, തെറ്റാണ് അല്ലെ. എത്ര തരത്തിലുണ്ട് സോഫ്റ്റ്വെയർ? 2 തരമാണുള്ളത്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറും ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും. സോഫ്റ്റ്വെയറുകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കൂട്ടം പ്രോഗ്രാമുകൾ ഉപയോഗിച്ച് കമ്പ്യൂട്ടറും അതുമായി ബന്ധപ്പെട്ട അതിന്റെ അനുബന്ധ ഉപകരണങ്ങളും എല്ലാം പ്രവർത്തിപ്പിക്കാൻ ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോഫ്റ്റ്വെയർ പ്രധാനമായിട്ടും 2 രീതിയിലാണ്. ഏതൊക്കെയാണ്? സിസ്റ്റം സോഫ്റ്റ്വെയറും ഉണ്ട്, അതേപോലെ തന്നെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറും ഉണ്ട് അല്ലെ. എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ എന്ന് വെച്ചാല്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് വെച്ചാല്? ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല് ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പർപ്പസിന് വേണ്ടി മാത്രം ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ വിന്യസിപ്പിച്ചിട്ടുള്ള സോഫ്റ്റ്വെയറുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്ന് പറയുന്നത്. ഉറപ്പല്ലേ? അപ്പൊ സോഫ്റ്റ്വെയറെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. ഇനി അടുത്ത ചോദ്യം. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഘടകങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അല്ലെ, ഒരു സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ ഭാഗങ്ങൾ ഏതൊക്കെയാണ്? വേഗം ആൻസർ പറഞ്ഞോ. ഏതൊക്കെയാണ് അതിന്റെ ഭാഗങ്ങളെന്ന്? ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ എന്നറിയപ്പെടുന്നത്? ഏതൊക്കെയാണ് സിസ്റ്റം സോഫ്റ്റ്വെയറിന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങള്? ഓപ്പറേറ്റിംഗ് സിസ്റ്റം, അതുപോലെ തന്നെ ലാംഗ്വേജ് പ്രോസസർ, ഭാഷാ പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരം അല്ലെ. ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഭാഷാ പ്രോസസറും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഭാഷ പ്രോസസർ എന്ന് പറഞ്ഞാല് ലാംഗ്വേജ് പ്രോസസർ തന്നെയാണ് കേട്ടോ. ലാംഗ്വേജ് പ്രോസസർ തന്നെയാണ് ഭാഷാ പ്രോസസർ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. ഇതെല്ലാം കൂടി ചേർന്നതാണ് ഏത്? ഒരു സിസ്റ്റം സോഫ്റ്റ്വെയർ അല്ലെ. എന്താ സിസ്റ്റം സോഫ്റ്റ്വെയർ നമ്മൾ പഠിച്ചത്? കമ്പ്യൂട്ടറിന്റെ പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി രൂപീകരിച്ചതാണ് സിസ്റ്റം സോഫ്റ്റ്വെയർ. അതില് ഓപ്പറേറ്റിംഗ് സിസ്റ്റം, ലാംഗ്വേജ് പ്രോസസറും യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറും എല്ലാം ഉൾപ്പെടും. അടുത്തത്, ഓപ്പറേറ്റിംഗ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ വിലയിരുത്തുക. ഏതാണ് ശരി, ഏതാണ് തെറ്റ് എന്ന് മാത്രം പറയുക. ഏതൊക്കെയാണ് ഇതിൽ ശരിയും തെറ്റും? വേഗം എടുത്തോളൂ. ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് വിൻഡോസ്. ശരിയാണോ? ശരിയായ പ്രസ്താവന അല്ലെ, വളരെ ശരിയാണ്. മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ച കമ്പനിയാണ് ആപ്പിൾ. ശരിയാണ്. ഇന്ത്യ വികസിപ്പിച്ചെടുത്ത ലിനക്സ് അടിസ്ഥാനമാക്കിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ബോസ് എന്ന് പറയുന്നത്. അതും ശരിയായ പ്രസ്താവനയാണ്. അടുത്തത് നോക്കൂ. ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം വികസിപ്പിച്ചെടുത്തത് ഗൂഗിൾ ആണ്. ശരിയാണോ? അതും ശരിയാണ് അല്ലേ. അപ്പൊ എന്താണ് ഇതിൽ ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റ്സും എന്താണ്? ശരിയാണ് അല്ലേ. നോക്കൂ, ഉപയോക്താവിനെയും കമ്പ്യൂട്ടർ ഹാർഡ്വെയറിനെയും ബന്ധിപ്പിക്കാനുള്ള ഒരു കൂട്ടം പ്രോഗ്രാമുകളാണ് നമ്മൾ എന്ത് പറയണത്? ഈ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അല്ലേ. ഒരു കമ്പ്യൂട്ടർ പ്രവർത്തിപ്പിക്കുമ്പോൾ നമ്മൾ ആദ്യം സ്വിച്ച് ഇട്ടിട്ടേ അത് പ്രവർത്തിക്കുമ്പോൾ തന്നെ ആദ്യം ഓൺ ആകുന്നത് അല്ലെങ്കിൽ ആദ്യം പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് തന്നെയായിരിക്കും? അത് ഓപ്പറേറ്റിംഗ് സിസ്റ്റം തന്നെ ആയിരിക്കും. അപ്പൊ ഒരു സോഫ്റ്റ്വെയറിൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന് വളരെയധികം പ്രസക്തിയുണ്ട്, പങ്കുണ്ട്. അടുത്തത്, തന്നിരിക്കുന്നവയിൽ നിന്ന് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്ന സന്ദർഭങ്ങൾ തിരിച്ചറിയുക. ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? എന്താണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ? നമ്മൾ പറഞ്ഞു സോഫ്റ്റ്വെയറുകളെ 2ആയി തരംതിരിക്കാം. ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയറുകൾ എന്നും അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എന്നും അല്ലെ. എന്താണ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാല്? ഒരു പ്രത്യേക ആവശ്യത്തിന് വേണ്ടിയിട്ട്, പ്രത്യേക പർപ്പസിന് വേണ്ടി മാത്രം വികസിപ്പിച്ചെടുത്ത സോഫ്റ്റ്വെയറുകളെയാണ് ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്.
അപ്പൊ ഇത് ഈ ക്വസ്റ്റിന് ആൻസർ എന്താണ്? ഏതൊക്കെ സാഹചര്യത്തിലാണ് നമ്മൾ ഈ പറയുന്ന പോലെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്? വാണിജ്യ ഇടപാടുകൾ നടത്താൻ ഉപയോഗിക്കുന്നു, ഗ്രാഫിക്സ് മൾട്ടിമീഡിയ പ്രൊജക്ടുകളിൽ ഉപയോഗിക്കുന്നു, വാർത്താവിനിമയ രംഗത്ത് ഉപയോഗിക്കുന്നു, വിദ്യാഭ്യാസ രംഗത്ത് ഉപയോഗിക്കുന്നു. ഓപ്ഷൻ ഡി ആണ് ശരി ഉത്തരമായിട്ട് വരുന്നത്. ഇവിടെ ഈ പറയുന്ന എല്ലാ മേഖലകളിലും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പറഞ്ഞ പോലെ അവിടെയൊക്കെ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ ഒരു പ്രത്യേക സൗകര്യത്തിന് വേണ്ടി, പ്രത്യേക പ്രോസസ്സിന് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം, ഭാഷാ പ്രോസസ്സറുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് തെറ്റായവ കണ്ടെത്തുക. അല്ലെ, ലാംഗ്വേജ് പ്രോസസ്സർ അല്ലെങ്കിൽ ഭാഷാ പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണിത്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണ് ശരി, ഏതൊക്കെയാണ് തെറ്റെന്ന് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ഇല്ലേ, ഏതൊക്കെയാണ് തെറ്റായ പ്രസ്താവന? ഏതൊക്കെയാണ്? വായിക്കൂ. ഒന്നാമത്തെ ഏതാണ്? കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ് ലാംഗ്വേജ് പ്രോസസ്സർ. ശരിയാണോ? അല്ലെ, ലാംഗ്വേജ് പ്രോസസ്സർ ആ പേരിൽ തന്നെ ഉണ്ട് അല്ലെ. കമ്പ്യൂട്ടറുമായി ആശയവിനിമയം നടത്താൻ സഹായിക്കുന്ന ഒരു സംവിധാനമാണ്. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ അസംബ്ലി ഭാഷ എന്ന് അറിയപ്പെടുന്നു. ആണോ? ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷയാണോ അസംബ്ലി ഭാഷ? തെറ്റാണ്. ഏറ്റവും താഴ്ന്ന തലത്തിലുള്ള കമ്പ്യൂട്ടർ ഭാഷ അസംബ്ലി ഭാഷയല്ല, അത് യന്ത്രാധിഷ്ഠിത ഭാഷയാണ്. എന്ത് ഭാഷയാണ്? യന്ത്രാധിഷ്ഠിത ഭാഷ ആണ്. യന്ത്രാധിഷ്ഠിത ഭാഷയാണ്. കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളാണ് സിയും C++ഉം. കേട്ടിട്ടുണ്ടോ? C++ഉം C ഒക്കെ കമ്പൈലർ ഉപയോഗിക്കുന്ന പ്രോഗ്രാമിംഗ് ഭാഷകളല്ലേ? ആണ്. ഓക്കെ അല്ലേ? അപ്പൊ ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? ഓപ്ഷൻ സി ആണ്. 2 മാത്രമാണ് ഇതില് തെറ്റായിട്ടുള്ള. ലാംഗ്വേജ് പ്രോസസ്സറുമായിട്ട് ബന്ധമില്ലാത്ത ഒരു പ്രസ്താവന 2 മാത്രമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ ഡാറ്റാബേസിലെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. അല്ലെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് ഒരു ഡാറ്റാബേസിലെ പ്രവർത്തനങ്ങൾ, അല്ലെ, എന്താ ഡാറ്റാബേസ് എന്ന് വെച്ചാല്? അതായത് ഇപ്പൊ ഡാറ്റാബേസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, കമ്പ്യൂട്ടറിൽ തന്നെ പല കാര്യങ്ങൾ ഉണ്ടാവും അല്ലെ. പല റിലേറ്റഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ജോയിൻ ചെയ്ത് കിടക്കുന്ന, അല്ലെങ്കിൽ ചേർന്ന് കിടക്കുന്ന, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു കൂട്ടം ഡാറ്റകൾ ഉണ്ടാവും. അവയെല്ലാത്തിനെയും, ആ ബന്ധപ്പെട്ട് കിടക്കുന്നവനെ എല്ലാത്തിനെയും ശേഖരിച്ച് ഒരൊറ്റ ഫയലാക്കിയിട്ട്, അല്ലെങ്കിൽ ഒരൊറ്റ രീതിയിൽ സൂക്ഷിക്കുന്ന രീതിയാണ് ഡാറ്റാബേസ് എന്ന് പറയുന്നത് അല്ലെ. ഡാറ്റാബേസിന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? പുതിയ വിവരങ്ങൾ ചേർക്കുക, ഇനി ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയവയിൽ എന്തെങ്കിലും ഒരു മാറ്റം ഉണ്ടെങ്കിൽ ആ മാറ്റം വരുത്തുക. ഇതൊക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡാറ്റാബേസ് എന്ന് പറയുക അല്ലെ. നമ്മുടെ ചോദ്യം എന്താണ്? താഴെ തന്നിരിക്കുന്നവയിൽ ഡാറ്റാബേസിലെ പ്രവർത്തനങ്ങൾ ഏതെല്ലാമാണെന്നാണ് അല്ലെ. ഏതൊക്കെയാണല്ലേ പ്രവർത്തനങ്ങൾ? ഒന്നാമത് വിവരങ്ങൾ സൂക്ഷിക്കുക. ശരിയല്ലേ? ശരിയാണ്. വലിപ്പം വ്യത്യാസപ്പെടുത്തുക. വലിപ്പം ഒന്നും വ്യത്യാസപ്പെടുത്തണ്ട അല്ലെ. ഇനി നിറം നൽകുക, അതും തെറ്റാണ്. ആവശ്യമില്ലാത്തവ നീക്കം ചെയ്യുക, അതും ശരിയാണ്. അപ്പൊ ഏതൊക്കെയാണ് ഡാറ്റാ പ്രോസസ്സറുമായിട്ട് ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ? ഏതൊക്കെയാണ് ഇതിൽ വരുന്നത്? 1ഉം 4ഉമാണ് അല്ലെ. 2ഉം 3ഉം വലിപ്പ വ്യത്യാസപ്പെടുത്തലും നിറം നൽകലൊന്നും ഇതുമായി ബന്ധപ്പെട്ടതല്ല. അതായത് വിവരങ്ങൾ സൂക്ഷിച്ചു വെക്കുക, ഉചിതമായ മാറ്റങ്ങൾക്ക് വിധേയമാക്കുക, പുതിയ എന്തെങ്കിലും വരികയാണെങ്കിൽ ആഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഡാറ്റാബേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങൾ. ഓക്കെ അല്ലേ? അടുത്ത ചോദ്യം, പ്രോഗ്രാമിംഗുമായി ബന്ധപ്പെട്ട് ശരിയായ വസ്തുതകൾ ഏതെല്ലാമാണെന്ന് കണ്ടെത്തുക. എന്താണ് പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്? എന്താ പ്രോഗ്രാമിംഗ്? അല്ലെ, കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്. ഏതൊക്കെയാണ് പ്രോഗ്രാമിങ്ങിന്? കമ്പ്യൂട്ടറിന് നമ്മൾ എന്താ പറയാ? നമുക്ക് അറിയാവുന്ന ഒരു ഭാഷയും കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഒരു ഭാഷയാണല്ലോ അല്ലെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? നമുക്ക് അറിയാവുന്നത് കമ്പ്യൂട്ടറിന് അറിയാവുന്ന ഭാഷയിലോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുന്നു. അതാണ് പ്രധാനമായിട്ടും കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അപ്പൊ ഇതില് പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ് നമ്മൾ കണ്ടുപിടിക്കണം. നോക്കൂ, പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ കോഡ് എന്നറിയപ്പെടുന്നു അല്ലെ. പ്രോഗ്രാം ചെയ്ത നിർദ്ദേശങ്ങൾ എന്താണ്? കോഡാണ്. ശരിയാണ് അല്ലെ. പൈത്തോൺ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്, അതും ശരിയാണ്. കമ്പ്യൂട്ടറിലേക്ക് നിർദ്ദേശങ്ങൾ നൽകാൻ വേണ്ടി തയ്യാറാക്കിയ ഒരു ഭാഷാ പ്രോഗ്രാമിംഗ് ആണ് അല്ലെ ഏത്? ഈ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്, അതും ശരിയാണ്. പ്രോഗ്രാമർ, അതായത് പ്രോഗ്രാമർ എന്ന് വെച്ചാല് മനസ്സിലാകുന്ന ഭാഷയാണ് ലോ ലെവൽ ലാംഗ്വേജ്. ആണോ?
പ്രോഗ്രാമിന് മനസ്സിലാകുന്ന ഭാഷയാണോ ലോ ലെവൽ ലാംഗ്വേജ്? അല്ല, പ്രോഗ്രാമറിന് മനസ്സിലാകുന്ന ഭാഷയാണ് ഹൈ ലെവൽ ലാംഗ്വേജ്, അല്ലെ? ഹൈ ലെവൽ ലാംഗ്വേജ് ആണ് ഒരു പ്രോഗ്രാമറിന് മനസ്സിലാകുന്നത്. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ 1ഉം 2ഉം 3ഉം, അല്ലെ? 1, 2, 3 എന്നിവ ഈ ഒരു പ്രോഗ്രാമിംഗുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനകളാണ്. അടുത്തത് നോക്കൂ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്നും പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷനുകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. അതായത് പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകളാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ നിന്ന് ശരിയായവ മാത്രം നമ്മൾ എന്ത് ചെയ്യുക? തിരഞ്ഞെടുക്കുക. ഏതൊക്കെയുണ്ട്? 3 ഉണ്ട്, അല്ലെ? 3 സ്റ്റേറ്റ്മെന്റ്സ് ഉണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ശരി എന്ന് മാത്രം നമ്മൾ തിരഞ്ഞെടുത്താൽ മതി. ഏതൊക്കെയാണ് നോക്കൂ, അക്ഷരങ്ങൾ സംഭരിക്കുവാൻ ക്യാരക്ടർ ഡാറ്റ ശരിയല്ലേ? പ്രോഗ്രാമിംഗ് ഇൻസ്ട്രക്ടർ ആയിട്ടുള്ളത് അക്ഷരങ്ങൾ എങ്ങനെയാണ് നമ്മൾ സംഭരിക്കുക? ക്യാരക്ടർ ഡാറ്റ വെച്ചുകൊണ്ടാണ്, അല്ലെ? ദശാംശ സ്ഥാനമില്ലാത്ത സംഖ്യകൾ സംഭരിക്കാനായിട്ട് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റയാണ് ഉപയോഗിക്കുന്നത്. ശരിയാണോ? അത് ഇന്റീജർ ഡാറ്റയാണ് കേട്ടോ. ഇന്റീജർ ഡാറ്റയാണ്, ഫ്ലോട്ടിംഗ് അല്ല, ഇന്റീജർ ആണ്. ഇനി ഭിന്നസംഖ്യകൾ സംഭരിക്കാനായിട്ട് വേരിയബിൾസ് ഉപയോഗിക്കുന്നു. ഭിന്നസംഖ്യകൾ സംഭരിക്കാനാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്ലോട്ടിംഗ് പോയിന്റ് ഉപയോഗിക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? 1 മാത്രമാണ് ശരി. ദശാംശ സ്ഥാനത്ത് സംഖ്യകള് ഫ്ലോട്ടിംഗ് പോയിന്റ് ഡാറ്റ അല്ല, ഇന്റീജർ ഡാറ്റയാണ്. ഭിന്നസംഖ്യകൾ എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഫ്ലോട്ടിംഗ് പോയിന്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്, അല്ലാണ്ട് വേരിയബിൾസ് അല്ല. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? അല്ലെ? താഴെ തന്നിരിക്കുന്നവയിൽ യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിന് ഉദാഹരണം ഏതാണ്? MS വേർഡ്, ഫോട്ടോഷോപ്പ്, പവർ പോയിന്റ്, ആന്റിവൈറസ്. ഇതിൽ ഏതാണ്? നമുക്ക് വേഗം ആൻസർ ചെയ്യാൻ പറ്റും, അല്ലെ? ഏതാണ് ഇതിൽ ശരി ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ശരി ഉത്തരം. ആന്റിവൈറസ് ആണ്. ആന്റിവൈറസ് ആണ് എന്ത്? ഒരു യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ, അല്ലെ? സിസ്റ്റം സോഫ്റ്റ്വെയറിൽ നിന്ന് സോർട്ടിംഗ്, ഡിലീറ്റിംഗ്, കോപ്പിയിങ് എന്നിവയ്ക്കായി ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർ ആണ് ഏത്? ഈ ഒരു എന്താ പറയാ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയർ. അല്ലെ, യൂട്ടിലിറ്റി സോഫ്റ്റ്വെയറിലെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് ആന്റിവൈറസ്. നമ്മൾ കേട്ടില്ലേ, ഫോണിലൊക്കെ വൈറസ് കയറിയാലേ ആന്റിവൈറസ് കയറ്റുക. അടുത്തത്, ഒരു ഫ്ലോ ചാർട്ടിൽ ഇൻപുട്ട് അല്ലെങ്കിൽ ഔട്ട്പുട്ടിനെ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതായിരിക്കും? ഒരു സോഫ്റ്റ്വെയറിൽ ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയോ സൂചിപ്പിക്കുന്ന ചിഹ്നം ഏതായിരിക്കും ഇതില്? ഓപ്ഷൻ എ ആണോ, ബി ആണോ? ഏതാണ് ശരി ഉത്തരമായിട്ട് വരിക? ഏതാണ്? ഓപ്ഷൻ ബി ആണ്, പാരലോഗ്രാം ആണ്, അല്ലെ? ഒരു ഫ്ലോ ചാർട്ടില് ഇൻപുട്ടിനെയോ ഔട്ട്പുട്ടിനെയും സൂചിപ്പിക്കാനുള്ള ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പാരലോഗ്രാം ആയിരിക്കും. അടുത്ത ചോദ്യം, ശരിയായ പദം എഴുതുക, അല്ലെ? പദശുദ്ധി എന്ന് പറയുന്ന ഭാഗത്തിലെ ചോദ്യങ്ങളാണ് നമുക്ക് കുറച്ച് പഠിക്കാനുള്ളത്. ശരിയായ പദം എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാലോ, നമ്മൾ യഥാർത്ഥത്തിൽ വായ കൊണ്ട് പ്രൊനൗൺസ് ചെയ്യുന്ന ആ ഒരു രീതിയും അല്ലെങ്കിൽ അത് എഴുതി വരുമ്പോഴുള്ള പദവും, അല്ലെ? അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പദശുദ്ധി എന്ന് പറയുന്നത്, അല്ലെ? ഇതിൽ ഏതാണ് ശരിയായ പദം? പാദസ്വരത്തിനെ പല രീതിയിൽ എഴുതിയിട്ടുണ്ട്. ഇതിൽ ഏതാണ് ശരി? എങ്ങനെയാണ് നമ്മൾ പാദസ്വരം എന്ന് എഴുതുക? ഏതാണ് ശരി ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ എ ആണ്, പാദസരം എന്നാണ് എഴുതുക. പാദസരം എന്ന് എഴുതില്ല, പാദസാരം എന്നും എഴുതില്ല, പാദസ്വരം എന്നും എഴുതില്ല. പക്ഷെ നമ്മൾ പറഞ്ഞു വരുമ്പോ പലപ്പോഴും എന്തായി വരും? പാദസ്വരം എന്ന് പറയും, അല്ലേ? പാദസരം എന്നാണ് ഇതിലെ ശരിയായ പദം. ഇനി വികലമല്ലാത്ത പ്രയോഗം ഏതാണെന്ന് തിരിച്ചറിയുക. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് വികലമല്ലാത്ത പ്രയോഗം ഏതാണ്? സമകാലനാണോ, സമകാലികനാണോ, സമകാലീനനാണോ, സമാനകാലീനൻ ആണോ? ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, സമകാലീനനാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്നതിൽ വലം വെക്കുന്ന എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? വലം വെക്കുന്ന എന്നർത്ഥം വരുന്ന വാക്ക് ഏതാണ്? പ്രദക്ഷിണം, അല്ലെ? പ്രദക്ഷിണം ചെയ്യുക എന്നുള്ള വലം വെക്കുക. ആ വലം വെക്കുക എന്ന വാക്ക് എന്തുമായി, ഈ പറയുന്നതിൽ ഏത് പദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഏതാണ്? പ്രദക്ഷിണം ചെയ്യുക, അല്ലെ? പ്രദക്ഷിണം. ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയുത്തരായിട്ട് വരുന്നത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന വാക്കുകളിൽ നിന്നും ശരിയായവ ഏതാണ്? അടിമത്വം, യാദൃച്ഛികം, വിമ്മിട്ടം, അതുപോലെ തന്നെ പ്രവർത്തി. ഇതിൽ ഏതാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? ഏതാണ് ശരി ഉത്തരം?
ഏതൊക്കെയാണ് ശരി ഉത്തരം? അടിമത്തം. ഇങ്ങനെയാണോ അടിമത്തം എന്ന് എഴുതേണ്ടത്? അല്ല അല്ലെ. ഏതൊക്കെയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? യാദൃശ്ചികം ശരിയാണോ? യാദൃശ്ചികം ശരിയാണ്, വിമ്മിട്ടം ശരിയാണ്. ഏതൊക്കെയാണ് ശരി ഉത്തരം എന്ന് പറയുന്നത്? 2ഉം 3ഉം മാത്രമാണ് ഇവിടെ ശരി ഉത്തരം എന്ന് പറയുന്നത് അല്ലെ. 2ഉം 3ഉം ഓപ്ഷൻ സി ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്തത് ശരിയായ വാക്കുകൾ ഏതാണ്? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്, ഹാർദവം, ഹാർദം. ഇതിൽ ഏതൊക്കെയാണ് ശരിയായ 2 പദങ്ങൾ? ഏതൊക്കെയാണ് ശരിയായ വാക്കുകൾ അല്ലെങ്കിൽ പദങ്ങൾ? ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? ഏതൊക്കെയാണ്? രക്ഷകർത്താവ്, രക്ഷാകർത്താവ്. ഏതാണ് ഇതിൽ ശരി? ഏതാണ് ശരി ഉത്തരം? രക്ഷാകർത്താവ് അല്ലേ. ഹാർദവമാണോ? ഹാർദമാണ് അല്ലേ. ഏതൊക്കെയാണ് അപ്പൊ ശരി ഉത്തരമായിട്ട് വരുന്നത്? 2ഉം 4ഉം ആണ് ഇവിടെ ശരി ഉത്തരം. അടുത്ത ചോദ്യം, വിവരാവകാശ നിയമവുമായി ബന്ധപ്പെട്ട വസ്തുതകളിൽ ശരിയായത് കണ്ടുപിടിക്കുക. നമുക്കറിയാം 2005-ലാണ് ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയത്. അതായത് പൗരന്മാർക്ക് നമ്മളുടെ പൊതു കാര്യങ്ങളിൽ അല്ലെങ്കിൽ എന്താ പറയാ പൊതു സ്ഥാപനങ്ങളെയോ വ്യക്തികളെയോ കുറിച്ച് എല്ലാ കാര്യങ്ങളും അറിയുന്നതിനുള്ള സമഗ്രമായ ഒരു നിയമമാണ് വിവരാവകാശം. സ്ഥിരം ചോദ്യങ്ങൾ, ഒരു ചോദ്യമെങ്കിലും വിവരാവകാശത്തിൽ നിന്ന് ചോദിക്കാത്ത ഒരു ചോദ്യ പേപ്പർ നമുക്ക് പ്രതീക്ഷിക്കുകയേ വേണ്ട. അത്രമാത്രം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ്. PSCയുടെ ഫോക്കസ് ഏരിയ ആണിത്. നോക്കൂ, വിവരാവകാശവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരി ഏതാണ്? ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? നോക്കിയേ, ഒന്നാമത്തെ പ്രസ്താവന ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നു. ശരിയാണ്. അടുത്ത നോക്കൂ, വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്നത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് ആണ്. ശരിയാണോ? അല്ല. ഏതാണ്? വിവരാവകാശം നിലവിൽ വരാൻ കാരണമായത് ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് അല്ല, അതെന്താണ്? MKSS ആണ് അല്ലെ. മസ്തൂർ കിസാൻ ശക്തി സംഘടൻ ആണ് അല്ലെ. അടുത്തത് നോക്കൂ, വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് ഏത്? രാജസ്ഥാൻ ആണോ? അല്ല, തമിഴ്നാട് ആണ്. അതായത് ഈ MKSS ഉദയം ചെയ്തതാണ് രാജസ്ഥാൻ കേട്ടോ. വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ 30 എണ്ണമാണ്. ആണോ? അല്ല. എത്ര വകുപ്പുകളുണ്ട്? 31 വകുപ്പുകൾ ഉണ്ട്. അപ്പൊ ഏതാണ് ശരി ഉത്തരായിട്ട് വരുന്നത്? ഇതില് 1 മാത്രമാണ് ശരി. ഓപ്ഷൻ ബി ആണ് ശരി. ബാക്കി 3 എന്താണ്? തെറ്റാണ്. ഓക്കെ, അടുത്ത ചോദ്യം, തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഈ 4 പ്രസ്താവനകൾ വേഗം വായിക്കുക. ഏതാണ് ശരി എന്ന് പറയുക. ഏതാണ് ശരി? വിവരാവകാശ നിയമപ്രകാരം എല്ലാ പൗരന്മാർക്കും വിവരാവകാശം ഉണ്ടായിരിക്കുന്നതാണ് എന്ന് പ്രസ്താവിക്കുന്ന വകുപ്പാണ് 3-ാം വകുപ്പ്. ശരിയാണ് അല്ലെ. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള അപേക്ഷ ഫീസ് എത്ര രൂപയാണ്? 10 രൂപ. അതും ശരിയാണ്. ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർക്ക് അപേക്ഷ ഫീസ് നൽകേണ്ടതില്ല. അതും എന്താണ്? ശരിയാണ് അല്ലെ. ഏതാണ്? എല്ലാം ശരിയാണ്. ഏതാണ്? എല്ലാം ശരിയാണ്. ഓക്കെ, അടുത്ത ചോദ്യം, 2005-ലെ വിവരാവകാശ നിയമപ്രകാരം പൗരന് ലഭിക്കാവുന്ന വിവരവുമായി ബന്ധപ്പെട്ട ശരിയുത്തരം ഏതാണ്? ഏതൊക്കെയാണ് ശരിയുത്തരായിട്ട് വരുന്നത്? ഏതാണ് ഇതിൽ ശരി ഉത്തരം? വിവരാവകാശവുമായി ബന്ധപ്പെട്ടിട്ട് ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും ലഭിക്കും വിവരാവകാശ പ്രകാരം. കിട്ടുവോ? ഇല്ല അല്ലേ. സോറി, ആഗ്രഹിക്കുന്ന ഏതൊരു വിവരവും പൗരന്മാർക്ക് ലഭിക്കുവോ? ഇല്ല. പൊതു അധികാരം സ്ഥാപനങ്ങളുടെ പക്കലുള്ള എല്ലാ വിവരങ്ങളും ലഭ്യമാകും അല്ലെ. പൊതു അധികാര സ്ഥാപനങ്ങളുടെ എല്ലാ വിവരങ്ങളും കിട്ടുവോ? ഇല്ല. ഇനി വകുപ്പ് 8, 9 എന്നിവയിൽ പറഞ്ഞിട്ടുള്ളത് ഒഴികെ പൊതു അധികാര സ്ഥാപനങ്ങളുടെ പക്കലുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഇതാണ് ശരി അല്ലെ. ഭരണഘടനാ സ്ഥാപനങ്ങളുടെ വിവരങ്ങൾ മാത്രം എന്താണ്? ലഭ്യമാണ്. അതും തെറ്റാണ്.
അല്ലെ? അപ്പൊ ഇതിൽ ഏതാണ് ശരിയുത്തരം എന്ന് പറയുന്നത്? ഏത് മാത്രമാണ് ശരിയുത്തരം? ഓപ്ഷൻ സി ആണ്. 3 മാത്രമാണ് വിവരാവകാശവുമായിട്ട് ശരിയായിട്ട് വരുന്നത് അല്ലെ? വകുപ്പ് 8, 9 എന്താ പറയണത്? അതായത് വിവരം നൽകാൻ മാത്രമല്ല, വിവരത്തിൽ നിന്ന്, അതായത് വിവരങ്ങൾ നൽകാനായിട്ട് ആരെയൊക്കെയാണോ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത് അതിനെ കുറിച്ചും കൂടി വകുപ്പ് 8, 9 പ്രതിപാദിക്കുന്നുണ്ട്. അടുത്ത ചോദ്യം. അടുത്തത്, കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ സംബന്ധിച്ച് വിവരങ്ങൾ പരിശോധിച്ച് ശരിയായവ തിരഞ്ഞെടുക്കുക. അല്ലെ? കേന്ദ്ര വിവരാവകാശ കമ്മീഷണർ അല്ലെ? ആരാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ? അല്ലെ? നമുക്കറിയാം, അത് വിവരാവകാശ കമ്മീഷനിലെ ഏറ്റവും ടോപ്പിലുള്ള ഉദ്യോഗസ്ഥൻ തന്നെയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. നോക്കൂ, കേന്ദ്ര വിവരാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2006-ലാണ്. തെറ്റല്ലേ? 2005-ല്. 2006-ലാണോ? 2005-ലാണ് നിലവിൽ വന്നത്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതി. ശരിയാണ്, ശരി ഉത്തരാണ് അല്ലെ? നോക്കൂ, കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യത്തെ വ്യക്തിയാണ് ദീപക് സന്ധു. ശരിയാണോ? അല്ല, ശരിയല്ല. ഏതാണ്? ദീപക് സന്ധു അല്ല. ദീപക് സന്ധു എന്താണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിതയാണ് ചോദിക്കുന്നതെങ്കിൽ ദീപക് സന്ധു ആണ് ആൻസർ. നമ്മുടെ ഓപ്ഷൻ എന്തായിരുന്നു? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണറായ ആദ്യ വ്യക്തിയാണ്. വ്യക്തി ആരാണ്? വജാഹത്ത് ഹബീബുള്ളയാണ്. വജാഹത്ത് ഹബീബുള്ള. ഇനി കേന്ദ്ര വിവരാവകാശ കമ്മീഷണർമാരുടെ ഉദ്യോഗ കാലാവധി എന്ന് പറയുന്നത് 3 വർഷവും 70 വയസ്സുമാണ്. ശരിയാണോ? അതും തെറ്റാണ്. 5 വർഷവും 65 വയസ്സുമാണ് അവരുടെ കാലാവധി. അപ്പൊ ഇതിൽ ഏതാണ് ശരിയുത്തരം എന്ന് പറഞ്ഞാല്? 2 മാത്രമാണ് ശരിയുത്തരം. ഓപ്ഷൻ സി മാത്രമാണ് ശരിയുത്തരം. അടുത്ത ചോദ്യം. കേരളത്തിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആരാണ് ഇപ്പോഴത്തെ കേന്ദ്രത്തിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ? ഓപ്ഷൻ ഏതാണ് ശരിയുത്തരം? വി ഹരി നായരാണ് അല്ലെ? ഹീരാലാൽ സുമേരിയ എന്താണ്? കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് കേട്ടോ. നമ്മളുടെ കേന്ദ്ര മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആണ് ഹരിലാൽ സമേരിയ. നമ്മുടെ കേരളത്തിലെ നിലവിലെ വിവരാവകാശ കമ്മീഷനാണ് വി ഹരി നായർ. വി ഹരി നായർ. അടുത്തത്, തെറ്റായ പ്രസ്താവന കണ്ടെത്തുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് തെറ്റായവ കണ്ടെത്തുക. നോക്കൂ, പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണ് 1ാം അപ്പീൽ സമർപ്പിക്കേണ്ടത്. ആണോ? അതായത് അപ്പീൽ അല്ലേ? അല്ലെ? അപ്പീൽ തന്നെ പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്കാണോ കൊടുക്കേണ്ടത്? അല്ല. ഈ പ്രസ്താവന എന്താണ്? തെറ്റാണ്. അതായത് പബ്ലിക് ഇൻഫർമേഷൻ ഓഫീസർക്ക് ഉയർന്ന റാങ്കിലുള്ള ആൾക്കായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുക? ഈ പറയുന്ന അപ്പീല് സമർപ്പിക്കേണ്ടത്. അടുത്ത നോക്കൂ, 1ാം അപ്പീല് 30 ദിവസത്തിനകം നൽകണം. ശരിയാണ്. 2ാം അപ്പീല് 90 ദിവസത്തിനകം നൽകണം. അതും ശരിയാണ്. കമ്മീഷൻ എല്ലാ സന്ദർഭങ്ങളിലും പരാതി സ്വീകരിക്കും. ശരിയാണോ? എല്ലാ സന്ദർഭങ്ങളിലൊന്നും എന്ത് ചെയ്യില്ല? പരാതി സ്വീകരിക്കില്ല. കമ്മീഷൻ എല്ലാ സന്ദർഭങ്ങളിലും എന്ത് ചെയ്യില്ല? പരാതി സ്വീകരിക്കില്ല. ഏതാണ് ഇതിൽ ശരിയായിട്ടുള്ളതെന്ന് പറയുന്നത്? ഏതാണ് ഇതിൽ തെറ്റായ പ്രസ്താവന? ഏതൊക്കെയാണ് തെറ്റ്? 1ഉം 4ഉമാണ്. 1ഉം 4ഉമാണ് തെറ്റായ പ്രസ്താവന. ഓക്കെ, ലാസ്റ്റ് ചോദ്യം. വിവരാവകാശ ഭേദഗതി നിയമം 2019 പ്രകാരം ഭേദഗതി ചെയ്യപ്പെട്ട വകുപ്പ് ഏതാണ്? ഏതാണ്? വിവരാവകാശ ഭേദഗതി 2019 നടന്നു അല്ലേ? ഇത് പ്രകാരം ഏതൊക്കെ വകുപ്പുകളാണ് ഭേദഗതി ചെയ്തത്? 13, 16, 27. ഏതാണ് ശരിയുത്തരായിട്ട് വരുന്നത്? എല്ലാം അല്ലേ? 13ാം വകുപ്പും 16ാം വകുപ്പും 27ാം വകുപ്പും എല്ലാം 2019 ഭേദഗതി ചെയ്തു. അത് വിവരാവകാശ ഭേദഗതി നിയമം ലോകസഭ എപ്പോഴാ പാസാക്കിയേ? 2019 ജൂലൈ 22-നാണ്. ഉറപ്പല്ലേ? 2019 ജൂലൈ 22-ന് ലോകസഭ പാസാക്കി. ജൂലൈ 25-ന് രാജ്യസഭ പാസാക്കി. അതേപോലെ 2019 ഓഗസ്റ്റ് 1-ന് ആര് ഒപ്പുവെച്ചു? രാഷ്ട്രപതി ഒപ്പുവെച്ചതോട് കൂടിയിട്ട് ഈ ഒരു വിവരാവകാശ ഭേദഗതി നിയമം നിലവിൽ വന്നു അല്ലെ? അപ്പൊ നമ്മുടെ ഡേ 5ഉം വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുകയാണ്. അപ്പോ ഡേ 5-ലെ
40 ക്വസ്റ്റ്യൻസും ഇന്ന് എന്താണോ പഠിക്കാൻ തന്നിട്ടുള്ളത് അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് നന്നായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നന്നായി പഠിക്കുക. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.